ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്ക് ആയിട്ടാണെങ്കിലോ നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 1 കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് 2 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. അതിനുശേഷം വേണം മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അരച്ചെടുക്കുമ്പോൾ അധികം വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. ദോശക്ക് അരക്കുന്നതിൽ നല്ല ലൂസായിട്ടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഞാനിതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതിൻ്റെ കൂടെ ഇനി ചേർക്കേണ്ടത് പൊട്ടാറ്റോ ആണ്. ഞാനൊരു വലിയ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. വെള്ളത്തിലിട്ട് വേവിച്ചെടുത്താൽ കൂടുതൽ വെള്ളമായി പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റീമറിലിട്ടിട്ട് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ആദ്യം സ്റ്റീമറിലൊന്ന് എണ്ണ പുരട്ടി കൊടുക്കാം. അതിനുശേഷം നമ്മൾ മുറിച്ചെടുത്ത പൊട്ടാറ്റോ ഇതിലേക്ക് നിരത്തി വെക്കാം. ഇത് മൂടി വെച്ചിട്ട് കുറച്ച് സമയം വേവിച്ചെടുക്കണം. നന്നായിട്ട് വേവുന്നത് വരെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. നമുക്കിനി സ്റ്റീമറൊന്ന് തുറന്നിട്ട് നോക്കാം പൊട്ടാറ്റോ വെന്തിട്ടുണ്ടോ എന്ന്. നമുക്കൊരു ഫോക്ക് ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ഇത് കാണുന്നില്ലേ, കൊത്തുമ്പോൾ തന്നെ അത് എല്ലാം പൊട്ടാറ്റോ എല്ലാം പെട്ടെന്ന് പൊട്ടുന്നുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം തണുക്കാൻ വെക്കണം. അതിന് ശേഷം ഒന്ന് മാഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് നമുക്കിനി കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് പച്ചമുളകും ഇഞ്ചിയും ചതച്ചതാണ്. പച്ചമുളക് 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അതൊക്കെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചിയും ഒരുമിച്ച് ചതച്ചെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് ഒരു ഉള്ളി ചേർത്ത് കൊടുക്കാം, ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ചേർക്കുന്നത് കറിവേപ്പില അരിഞ്ഞതാണ്. കറിവേപ്പിലക്ക് പകരം നിങ്ങൾക്ക് മല്ലിയില അരിഞ്ഞിട്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡർ എടുത്താൽ മതി. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ കയ്യിൽ എണ്ണ പുരട്ടിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള ഉരുളകളാക്കി ഉരുട്ടിയെടുക്കണം. കയ്യിൽ ഇത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എണ്ണ പുരട്ടുന്നത്. ഇങ്ങനെ ഇതേ വലിപ്പത്തിലുള്ള ഉരുളകളാക്കി നമുക്ക് എടുക്കാം. നമ്മുടെ റൈസ് പൊട്ടാറ്റോ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഓരോന്നായിട്ട് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം മാത്രമേ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ടും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ഇതെല്ലാം എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതിൽ നിന്ന് മാറ്റാം. പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം എപ്പോഴും ഫ്രൈ ചെയ്തെടുക്കാൻ, അത് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നല്ല ഫുൾ ഫ്ലെയിമിലിട്ടിട്ടെല്ലാം ഫ്രൈ ചെയ്തെടുത്താൽ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല, പുറമൊക്കെ കരിഞ്ഞും പോകും. അതുകൊണ്ട് എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ ശ്രമിക്കണം. മറ്റുള്ള ബോൾസ് എല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം.
ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്